അല്ലാഹുവേ, ഞാൻ ഫലസ്തീനിൽ പോയിരുന്നതാ, മസ്ജിദുൽ അഖ്സയിൽ പോയിരുന്നതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അന്തുവള്ളങ്കോട് ഉൾപ്പെടെ എന്റെ മുമ്പിലിരിക്കുന്ന ആശിഖ് ഉൾപ്പെടെ ഒരുപാട് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു പോകാൻ. ആ ഫലസ്തീനിലേക്ക് ചെന്നപ്പോ വല്ലാത്ത അത്ഭുതം തോന്നിപ്പോയി. അല്ലാഹുവേ, മസ്ജിദുൽ അഖ്സയെ നീ മോചിപ്പിക്കണേ അല്ലാ, മസ്ജിദുൽ അഖ്സയെ നീ മോചിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, സൗദി അറേബ്യയിലെ പ്രിയപ്പെട്ട ഇമാമിങ്ങൾ 27-ാം രാവിലെ നെഞ്ചുപൊട്ടി ദുആ ചെയ്യുന്നത് എന്തിനെന്നറിയോ? മരിക്കുന്നതിന് മുമ്പ് മസ്ജിദുൽ അഖ്സയിൽ 2 റകഅത്ത് നമസ്കരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അവർക്ക് അവിടെ പോകാൻ കഴിയില്ല. സൗദി പൗരന്മാര് ഫലസ്തീനിന്റെ ബൗണ്ടറി കടക്കാൻ അവർ സമ്മതിക്കില്ല. ആ സെക്കൻഡിൽ അവർ വെടിവെച്ചു കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവിടെയാണ് പാവപ്പെട്ട ഞങ്ങൾ പോയത്, അവിടെയാണ് പാവപ്പെട്ട ഞങ്ങൾ പോയത്. അല്ലാഹുവേ, ഫലസ്തീനിന്റെ തെരുവോരത്ത് അവിടുത്തെ കണ്ണീര് കാണാൻ വേണ്ടി നടക്കുമ്പോ ആപ്പിള് പോലിരിക്കുന്ന, റോസാ പുഷ്പം പോലിരിക്കുന്ന ഫലസ്തീന്റെ മക്കളെ കണ്ടു, ചോര തുളുമ്പി നിൽക്കുന്ന കുഞ്ഞു മക്കളെ കണ്ടു. അവര് വന്നിട്ട് ഞങ്ങളോടൊപ്പം വന്നവരോട് ഇങ്ങനെ കൈ നീട്ടുകയാണ്. വിശക്കുകയാണ് ബാബാ, വിശക്കുകയാണ് ബാബാ എന്ന് പറഞ്ഞ് കൈ നീട്ടുമ്പോ ഇസ്രായേലി പട്ടാളക്കാരുടെ ക്രൂരമായ നരഹത്യക്ക് വിധേയമായിട്ട് ഒരു ഭാഗത്തേക്ക് വലിച്ചെറിയപ്പെട്ട പാവപ്പെട്ട മക്കളായിരുന്നു അവര്. അവിടെ എന്നോടൊപ്പം വന്നവരെ ഞാൻ കൊണ്ടുപോയത് എവിടെയാണ്? ഫലസ്തീനിലെ അഭയാർത്ഥി ക്യാമ്പിലേക്കാണ്. സുബ്ഹാനല്ലാഹ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പൊട്ടിക്കരയുന്നവർക്ക് വേണ്ടി പാചകം ചെയ്യാനൊന്നുമില്ലാതെ വിഷമിക്കുമ്പോ എന്നോടൊപ്പം വന്നവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള കാശ് എടുക്കുക, എന്നിട്ട് ഫലസ്തീനിലെ പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ബിരിയാണിക്കുള്ള കാശ് കൊടുക്കാമല്ലോ. നമ്മുടെ നാട്ടില് നമ്മുടെ മക്കൾക്ക് വേണ്ടി ബിരിയാണി വെച്ചിട്ട് ചെമ്പ് കണക്കിന് കൊണ്ടുവന്ന് മണ്ണുകുത്തിയിട്ട് കുഴിച്ചു മൂടുന്ന സമ്പന്നവർഗോ, കോടിക്കണക്കിന് രൂപ കാസർഗോഡ് ജില്ലയുടെ കല്യാണം, 50 കോടി മുടക്കാതെ കല്യാണമുണ്ടോ കാസർഗോഡുകാരോ? പൊന്നുപോലെ ശരീരം നിറച്ച് സ്വർണം തൂക്കാതെ കല്യാണമുണ്ടോ? അങ്ങനെ മുടക്കിയിട്ട് എത്ര ബിരിയാണിയാ കുഴിച്ചു മൂടുന്നത്, എത്ര ആഡംബരമാ ജീവിതത്തിലൂടെ കാണിക്കുന്നത്. ആ വന്നവരോട് പറഞ്ഞു, നിങ്ങൾ കാശെടുക്കുക. ആ കാശെടുത്തിട്ട് പാവപ്പെട്ട ഫലസ്തീനിന്റെ പിഞ്ചു മക്കൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുക. അവിടെ കാശ് കൊടുത്ത് എഴുതി ഒപ്പിടുമ്പോ ഒരു സഹോദരൻ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുകയാണ്. നൗസാദ് വാക്കവി ഫലസ്തീനിലെ പാവപ്പെട്ടവർക്ക് പൈസ പിരിച്ചു കൊടുക്കുകയാ. അതിന്റെ ഇടയിൽ കമന്റ് എഴുതിയതെന്തെന്നറിയോ? സങ്കടമുണ്ട് ചെറുപ്പക്കാരാ, സങ്കടമുണ്ട് ചെറുപ്പക്കാരാ, ഒരു നന്മയും നിനക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ലല്ലോ, ഒരു നന്മയും നിനക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ലല്ലോ. ചില മണ്ടന്മാർ ഇതിന്റെ താഴെ കമന്റ് എഴുതിയതായി ചെറുപ്പക്കാർ വിളിച്ചു പറഞ്ഞതെന്തെന്നറിയോ? നൗസാദ് വാക്കവി ഫലസ്തീനിൽ പോയും പൈസ പിരിക്കുകയാണോ? അവിടുത്തെ പാവപ്പെട്ട മക്കൾക്ക് പൈസ കൊടുക്കുന്നത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ആളാവുകയാണോ? അല്ലാഹുവേ, ഒരു നന്മയും ചെയ്യാൻ കേരളത്തിന്റെ ചെറുപ്പക്കാർ അനുവദിക്കുന്നില്ല, ഒരു നന്മയും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. പരിഹാസത്തിന്റെ കൂരമ്പങ്ങൾ എഴുതി വിടുമ്പോ പലരൂല ചെറുപ്പക്കാരോ, പലൂല ചെറുപ്പക്കാരോ, എവിടെ നിന്നൊക്കെ ഏതൊക്കെ കോലത്തിന് രൂപത്തിലും പാവത്തിലും ഒളിഞ്ഞും പൊളിഞ്ഞും നിങ്ങൾ ആക്രമിച്ചു പോയാലും പലരൂല ചെറുപ്പക്കാരാ. കാരണം എന്തെന്നറിയോ? എന്റെ മനസ്സിന്റെ അകത്ത് കുടികൊള്ളുന്നത് കണ്ണിയത്ത് സ്ഥാനാ, എന്റെ മനസ്സിന്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നത് കാളമ്പാടി സ്ഥാനാ, എനിക്ക് നേതൃത്വം തരുന്നത് പാണക്കാട് തങ്ങന്മാരാ, എന്നെ സ്നേഹിക്കുന്നത് പാറന്നൂർ സ്ഥാപനെ പോലുള്ള ഗുരുവര്യന്മാരാ. അതുകൊണ്ട് ഏതൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടോ ഏറ്റവും വലിയ നരകത്തേക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങി വന്നാലും എന്റെ ചെറുപ്പക്കാരാ, നൗസാദ് വാക്കവി തളരുമെന്ന് നീ മോഹിക്കേണ്ട പൊന്നു.